എവിടെ വീട്? അതാ ഇനി എങ്ങനെ പോവാൻ? ഞാൻ കൊണ്ടാക്കി തരാം. കുറെ പോണം. അതില് അല്ല അത് പിന്നെ കൂടെ വെക്കണം. കണ്ടോ അടുത്ത് എന്നിട്ട്? ഇല്ല, അവിടെ പോയി കളിക്കാം. പ്രാർത്ഥിക്കണട്ടാ. ഇതന്നെ പിടിക്കും. വേണ്ട വേണ്ട സമാനം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഒരാഴ്ചക്കുള്ളതായി പ്രാർത്ഥിക്കണം കേട്ടോ. ഓ സന്തോഷം. ഇത് എനിക്ക് വേണ്ടിയിട്ട് ഒരാൾ തന്നതാ എൻ്റെ അടുത്ത്. തരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോകാൻ ആ സഞ്ചിയിലിടാം. അസുഖം എന്തുണ്ടോ? എന്താ പറ്റി? കാര്യമായിട്ടല്ല അസുഖം. പറയാൻ വയ്യ. ഏത് വയ്ക്കണം നമുക്കൊരു സന്തോഷം പറയാനും എന്റെ മക്കൾക്കൊരു. ആരാണത്? ചേച്ചിയെ ചേച്ചിക്ക് ഇത് ചേച്ചിക്ക് ഞാൻ തരുന്നതാണ്. പൈസ ഒന്നും വേണ്ടായിരുന്നു. പൈസ അല്ല, ഇത് സാധുക്കൾക്കായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 100 വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ, ചായപ്പൊടി, പഞ്ചസാര, അരി. നിങ്ങൾക്ക് ഒരു ഒരു സന്തോഷത്തിന്. എന്താ പണി നിങ്ങൾക്ക്? എന്താ പറ്റി? അതെങ്ങനെയാ കാര്യങ്ങളൊക്കെ? പ്രാർത്ഥിക്കും. ഇതൊക്കെ കഞ്ഞി കുടിക്കാം. തൃശ്ശൂരിന്ന്. പള്ളിയിൽ നിന്നല്ല, നമ്മളെ കുറെ കൂട്ടുകാരുണ്ട്, അവരെല്ലാരും കൂടി ചെയ്യണതാണ്. ശരി. ചേച്ചിക്ക് എന്താ പണി? പൈസ ഇല്ല എന്റെ ഇതെന്താണ് എണ്ണയാ? പൈസ ഇല്ലാത്തവർക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതാ വീണ് പോവല്ലോ. അല്ലെങ്കിൽ ഇത് പിന്നെ തുറക്കണം, ഇതിനുള്ളിലേക്ക് ഇടാൻ. പിന്നെ എന്താ തോർത്തില് കെട്ടണം. തുറക്കാനും പറ്റില്ലല്ലോ.
അങ്ങനെ വിളിച്ചാലോ? ശരി പോട്ടെ, പ്രാർത്ഥിക്കും. ഓ നന്നായി പ്രാർത്ഥിക്കാം. അതല്ലല്ലോ, അതെ അമ്മയുടെ അതെ. ആ ശരി, എന്തെങ്കിലും കൊടുക്കണം. ആ നമ്മോട് വരുമ്പോ പറയും, പ്രാർത്ഥിക്കാൻ പറയും. ഇത് ഞങ്ങൾ കുറെ കൂട്ടുകാരെ കൂടി ചെയ്യുന്നത്. ചേച്ചി ഹലോ, അതില്ലേ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. നോക്കണോ? നിങ്ങളെ കാണാനില്ല. ഞങ്ങൾ കുറെ കൂട്ടുകാരെ കൂടി പാവങ്ങൾക്ക് കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഇങ്ങനെ അന്വേഷിച്ചു വന്നോ? അതാരാ? എവിടെയാ വീട്? അതെ, ചേച്ചിക്ക് ഒരെണ്ണം തന്നാലോ? എന്താ പറ്റി? എന്ത് പണിക്കാ പോണ്? മൂന്ന് അനിയത്തിമാരാണ്. ഞങ്ങളുടെ മൂന്നാമത്തെ മരിച്ചു. സങ്കടത്തില് പ്രാർത്ഥിക്കും. ശരി, നമുക്കുള്ള എവിടെ വീട്? വീടാകെ കനാലിത്തോടെ. അങ്ങനെ കൊണ്ടുവെക്കണോ? അങ്ങോട്ട് കൊണ്ടുവരണം. വേണ്ട വേണ്ട, ഞാൻ കൊണ്ടുപോകും. ഞങ്ങള് കുറെ കൂട്ടുകാരൊക്കെ കൂടി കുറച്ച് പാവങ്ങൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി സംസാരിക്കും. എന്താ പണി നിങ്ങക്ക്? പണി കൂലിപ്പണി തന്നെ. രണ്ട് സുഖമില്ലാത്ത കുട്ടികളാണ്. ആ രണ്ടും നടക്കാൻ പറ്റാണ്ട് സുഖമില്ലാത്ത കുട്ടികളാണ്. പ്രാർത്ഥിക്കും. ആ ശരി.